നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. സമനിത്യരും സമതുല്യരുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും ദൈവികമായ അടയാളം തൃത്വത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ ഞങ്ങളും നിന്നിലൊന്നായി തീരുവാൻ ഐക്യതയിലും സഹോദരത്തിലും സഹവർത്തിത്വത്തിലും വേർതിരിവില്ലാതെ ഒന്നായിരിക്കാനുള്ള ദൈവകൃപ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭിന്നിപ്പിന്റെ ആത്മാവിനെയല്ല, ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങൾ പലരായിരിക്കുമ്പോഴും ക്രിസ്തുവിൽ ഒന്നായി തീരാൻ, ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ നാഥൻ ഞങ്ങളെ തുണയ്ക്കണം. ഓരോ ആരാധനയും ഓരോ കൂടിവരവുകളും ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ, ക്രിസ്തുവിൽ വളരാൻ, ക്രിസ്തു തലയോളമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ആത്മീയ ശുശ്രൂഷകളാക്കണമേ. ഈ കോവിഡ് 19 നാളുകളിൽ ഞങ്ങളിൽ പലർക്കും ദൈവാനുഗ്രഹം നൽകാൻ സാധിക്കാത്ത സാഹചര്യത്തിലും ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ആരാധനയിൽ പങ്കുചേരുവാൻ കർത്താവ് സഹായിക്കുന്നതിന് നന്ദി. ദൈവമേ, ഈ ആരാധന നിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് ബലപ്പെടുത്തണമേ. ഓരോ ഭവനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നാഥന്റെ കരങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയോടുകൂടി ഭരമേൽപ്പിക്കുന്നു. മഹത്വരാജനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 37-ാമത്തെ കീർത്തനം പാടി കർത്താവിനെ സ്തുതിക്കാം. കർത്താവിനെ നാം സ്തുതിക്കാം, ഹേ ദൈവമക്കളെ എന്നാരംഭിക്കുന്ന 37-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. Stotram, stotram, nam stotram.
ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുമായി സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. രണ്ടാമത്തെ സ്തുതിത്താനെ നമുക്ക് ഉപയോഗിക്കാം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. അവന്റെ ദയനേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സുവയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളോട് വെച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടക്കുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ അനന്യയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു തുറന്നിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സുഖത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുക്കുവാനുമായ
പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധമായ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കും. സത്യം നമ്മളില്ലാതെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം, തലകളെ വണക്കാം. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഹൃദയങ്ങൾ അറിയുന്നതിന് മുൻപിൽ നമ്മെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് മനസ്സാന്തരത്തിനായി, രൂപാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് അനുതാപ ഹൃദയത്തോട് നമ്മെ തന്നെ ഭരമേൽപ്പിച്ച് അനുതാപ പ്രാർത്ഥനയെ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴിയിൽ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായി കുറ്റക്കാരായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകൾ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യർ തരുന്ന വാഗ്ദത്തപ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന് മോഹത്തിനായി ഞങ്ങളിന് മേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷ
വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള പ്രത്യേക സങ്കീർത്തനം 106 സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള ദൈവവചനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. 106 സങ്കീർത്തനം 1 മുതൽ 12 വരെ. യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീരപ്രവൃത്തികളെ വർണ്ണിക്കും, അവന്റെ സ്തുതിയൊക്കെയും വിവരിക്കും. ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. യഹോവേ, നീ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യം ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അതുണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. അവൻ പകയന്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ചു, ശത്രുവിന്റെ കയ്യിൽ നിന്നും അവരെ വീണ്ടെടുത്തു. വെള്ളം അവരുടെ വയലുകളെ മൂടിക്കളഞ്ഞു, അവരൊരുത്തിനും ശേഷിച്ചില്ല. അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന്റെ സ്തുതി പാടുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ഈ വിശുദ്ധ ദിവസത്തേക്ക് വായ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമവേദഭാഗം മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പീൻ. നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്ക. കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പീൻ. യഹോവയ്ക്ക് തന്റെ ജനത്തോടൊരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും. എന്റെ ജനമേ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എന്റെ നേരെ സാക്ഷീകരിക്കാം. ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിര്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക് ആലോചിച്ചതും ബെയോരിന്റെ മകനായ ബിലെയാം ഉത്തരം പറഞ്ഞതും ഷിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്നൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇങ്ങനെ ഇവിടെ പഴയ നിയമവേദഭാഗം വായിച്ചവസാനിക്കുന്നു. Today's second lesson is taken from Paul's second letter to the Corinthians, chapter 4, verses 7 to 15. Corinthians, chapter 4, verses 7 to 15. Yet we who have this spiritual treasure are like common clay pots, in order to show that the supreme power belongs to God, not to us. We are often troubled, but not crushed, sometimes in doubt, but never in despair. There are many enemies,
but we are never without a friend. And though badly hurt at times, we are not destroyed. At all times we carry in our mortal bodies the death of Jesus, so that his life also may be seen in our bodies. Throughout our lives, we are always in danger of death for Jesus' sake, in order that his life may be seen in this mortal body of ours. This means that death is at work in us, but life is at work in you. The scripture says, I spoke because I believed. In the same spirit of faith, we also speak because we believe. We know that God, who raised the Lord Jesus to life, will also raise us up with Jesus and take us together with you into his presence. All this is for your sake, and as God's grace reaches more and more people, they will offer to the glory of God more prayers of thanksgiving. Here ends the second lesson. വിശുദ്ധാരാധനയിലേക്ക് വായിക്കാനുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള ദൈവ വചനം കേൾക്കുവിൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള ദൈവ വചനം. പിന്നെ യേശു പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റുമിരിക്കെ അവനറിയാതെ വിത്ത് മുളച്ച് വളരുന്നതുപോലെ ആകും. ഭൂമി സ്വയമായി മുൻപേ ഞാറും, പിന്നെ കതിരും, പിന്നെ കതിരിന്മേൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കും. ഇവിടെ സുവിശേഷ പാഠം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിന് മുന്നോടിയായി കർത്തൻ എന്നെ നടത്തുന്നു, എത്ര ഭാഗ്യം, സ്വർഗാശ്വാസം എന്നാരംഭിക്കുന്ന 260-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തി വചന ശുശ്രൂഷയ്ക്കായി ഹൃദയങ്ങളിൽ ഒരുങ്ങുക. ഗാനത്തിന് ശേഷം മൈസൂർ ഹോളി ട്രിനിറ്റി CSI ഇടവകയുടെ പട്ടക്കാരൻ ആദരണീയനായ ജോബിൻ പി ജോയി അച്ഛന്റെ വചന സന്ദേശം നമുക്ക് ശ്രമിക്കാം. അതിനായി പ്രിയപ്പെട്ട അച്ഛനെ ഹാർദമായി സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം കീർത്തനം 260, കർത്തൻ എന്നെ നടത്തുന്നു. Etra
ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിങ്കൽ കൂടെ അനന്തമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന നല്ല വിശുദ്ധ ദിവസത്തിന്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങള് അല്പസമയം അവിടുത്തെ ജീവനും ചൈതന്യമുള്ള അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന് കീഴിലായിരിക്കേണ്ട കർത്താവേ, തേനിലും തേൻകട്ടിയിലും മാധുര്യമേറിയ വചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ അവിടുത്തെ വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അവിടെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ പൊതിയണം. വചന കേൾവിക്കായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും കാതുകളെയും ഒരുക്കണം. വചനം സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ബലഹീനനാവുന്ന അടിയന്റെ നാവുകളെയും അവിടുന്ന് ബലപ്പെടും പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണം. സകലമാനവും മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഒരു പുതിയ മാസത്തിന്റെ ആരംഭത്തിലേക്ക് നാം സഭയായിട്ട്, കുടുംബങ്ങളായിട്ട്, വ്യക്തികളായിട്ട് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 മാസക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. 11ാമത്തെ ഒരു പുതിയ മാസത്തിലേക്ക് ശുഭപ്രതീക്ഷകളോടുകൂടെ നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ സംഭവബഹുലമായിരിക്കുന്ന കാലഘട്ടങ്ങളാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം കാണുവാൻ കഴിയാതെ, പരസ്പരം ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത പിരിമുറുക്കങ്ങളുടെ അനുഭവത്തിൽ കൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ പിരിമുറുക്കങ്ങളുടെയും ഈ പ്രയാസങ്ങളുടെയും മധ്യത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനുമായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ഒരുമിച്ച് ചിന്തിക്കുന്ന ചിന്താവിഷയം കളിമൺ പാത്രങ്ങളിലെ നിധികളെ കുറിച്ചാണ്. കളിമൺ പാത്രങ്ങളിലെ നിധികളെ കുറിച്ചാണ് ഇന്ന് ദക്ഷിണേന്ത്യ സഭ ഒരുമിച്ച് ചിന്തിക്കുന്നത്. പരിമിതികളുള്ള മനുഷ്യന്റെ ഉള്ളിൽ സുവിശേഷത്തിന്റെ അനന്തമായിരിക്കുന്ന സാധ്യതകളുടെ നിധി ദൈവം നൽകിയിരിക്കുന്നു. സുവിശേഷം അത് മനുഷ്യർക്ക് ലഭിച്ചതുകൊണ്ട് അതിൻ്റെ സന്തോഷവും അനുഗ്രഹവും ഉണ്ട്. ഇന്ന് നാം വായിച്ചു കേട്ട ലേഖന വേദഭാഗമായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ സ്വന്തം അനുഭവത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ കളിമൺ പാത്രങ്ങളിലെ നിധികളെ കുറിച്ച് വിശദീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഔദാര്യത്തിന്റെയും ദാനധർമ്മങ്ങൾക്കുമൊക്കെയുമുള്ള പ്രാധാന്യം ഇവിടെ പൗലോസ് വിവരിക്കുകയാണ്. ക്രിസ്തുവിന്റെ രക്ഷാകരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അപ്പോസ്തലപരമായിരിക്കുന്ന ദൗത്യം, ക്രിസ്തീയ ധാർമ്മികത എന്നിവയെക്കുറിച്ച് വലിയ ഉൾക്കാഴ്ചകൾ ഈ ലേഖനത്തിൽ അടങ്ങിയിരിട്ടുണ്ട്. കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത് ഒരു പുരാതനമായിരിക്കുന്ന തുറമുഖമാണ്. BC
44 ജൂലിയസ് സീസറാണ് ഇത് പണി കഴിപ്പിച്ചത്. എന്നാൽ BC 521 ഭൂമികുലുക്കത്തിൽ പട്ടണം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരനുഭവത്തിലായി. ഇന്നത്തെ കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത് അത് രണ്ടാമത് പണി കഴിപ്പിച്ചു. കപ്പലുകൾ അടുക്കുവാനായിട്ട് സൗകര്യമുള്ളത് കൊണ്ട് ഇത് സാമ്പത്തികമായിരിക്കുന്ന വളരെ മെച്ചപ്പെട്ട ഒരു പട്ടണമായിരുന്നു കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും സഞ്ചാരികളും കപ്പൽ ജീവനക്കാരും കൊരിന്ത് പട്ടണത്തിൽ വന്ന് പോയിക്കൊണ്ടിരുന്നു. സഭാജനങ്ങളിൽ പലരും കൊരിന്ത് സംസ്കാരത്തിന്റെ അടിമകളായിട്ട് ജീവിച്ചിരുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ ചിലർ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. പൗലോസിന്റെ അധികാരത്തെ ചിലർ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് കൊരിന്ത് സഭയ്ക്കുള്ള 2ാമത്തെ കത്ത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിരിക്കുന്ന കർശനമായിരിക്കുന്ന രീതിയിലുള്ള ഭാഷയാണ് പൗലോസ് ഈ 2ാം ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കളിമൺ പാത്രങ്ങളിലെ നിധികൾ എന്ന് പറയുന്ന ചിന്താവിഷയത്തെ കുറിച്ച് ഏതാനും ചിന്തകളാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പരിമിതികളിലും സുവിശേഷത്തിനും ജീവിതത്തിനും സാധ്യതയുണ്ട് എന്നതാണ്. പരിമിതിയിലും സുവിശേഷത്തിനും ജീവിതത്തിനും സാധ്യത ഉണ്ട് എന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 7 മൺപാത്രത്തിലെ നിധിയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എങ്കിലും ഈ ആത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത് എന്നത്. ഇവിടെ കളിമൺ പാത്രത്തിന്റെ ചില പ്രത്യേകതകൾ അറിയുന്നത് അത് നമ്മുടെ ധ്യാനത്തിന് ഏറ്റവും പ്രയോജനകരമാണ്. കളിമൺ പാത്രം എന്ന് പറയുന്നത് വേഗം പൊട്ടിപ്പോകുന്നതാണ്, നിർമ്മിക്കുവാനായിട്ട് എളുപ്പമാണ്, അത് സാധാരണമായിരിക്കുന്ന ഒന്നാണ്. എന്നാൽ അല്പായുസുള്ളതും എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്നതുമായ മൺപാത്രങ്ങളിലാണ് ദൈവത്തിന്റെ മഹത്വകരമായിരിക്കുന്ന സുവിശേഷത്തിന്റെ നിക്ഷേപം നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്: കർത്താവിനെ ഉയർപ്പിച്ച ദൈവം ഞങ്ങളെയും ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷ സൂചിപ്പിക്കുകയാണ്. ഇത് രണ്ടും വളരെ ആവേശം പകരുന്ന വാക്യങ്ങളാണ്. We die, you live. ഞങ്ങൾ മരിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുന്നു. അതാണ് സുവിശേഷത്തിന് വേണ്ടി ഏൽക്കേണ്ടി വന്ന കഷ്ടതകൾ അനേകം പേർക്ക് ജീവിതത്തിന് സന്തോഷവും അനുഗ്രഹവുമായിട്ട് മാറി. ഇവിടെ ഇതാ പറയുകയാണ്: എങ്കിലും ഈ ആത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നുറുക്കപ്പെട്ട മൺപാത്രം എന്ന് പറയുന്നത് പലർക്കും അത് നന്മയായിട്ട് മാറുകയാണ്. സ്വന്തം സുരക്ഷിതത്വവും സ്വന്തം സംരക്ഷണവും ആശ്വാസവും ഒക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി അധ്വാനിച്ചപ്പോഴെല്ലാം അവർക്കത് വളർച്ച ഹേതുവായി എന്ന് പൗലോസ് സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പൗലോസ് പ്രഖ്യാപിക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് പറയുന്നത്: ബുദ്ധിമുട്ടുന്നവർ എങ്കിലും
നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നുമില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതാണ് കർത്താവിനെ ഉയർപ്പിച്ച ദൈവം ഞങ്ങളെ ഉയർപ്പിക്കുമെന്ന്. ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം അതിനു വേണ്ടിയാണ് എന്ന് വളരെ ശക്തമായിരിക്കുന്ന ചില ശുഭപ്രതീക്ഷകളൊക്കെയും നൽകപ്പെടുകയാണ് ഇവിടെ. അതാണ് ദൈവകൃപ. അത് കൂടുതൽ ആളുകളിലേക്ക് ലഭിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവം നമ്മെ തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അത് ഭാരത സമൂഹത്തിന് വിദ്യാഭ്യാസവും ചികിത്സാ സൗകര്യങ്ങളും ആചാര നവീകരണങ്ങളും ഒക്കെ നൽകി ഇന്ന് പ്രസക്തമായ ശുശ്രൂഷ സമൂഹത്തിന് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് പറയുന്നത്, പരിമിതികളിലും സുവിശേഷത്തിനും ജീവിതത്തിനും സാധ്യതകളുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൽ തിരിച്ചറിയുകയാണ്. ഇതാ പറയുകയാണ്, ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്, ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന ഈ നിക്ഷേപം എന്ന് പറയുന്നത്, ഈ കളിമൺപാത്രങ്ങളിലെ നിധി എന്ന് പറയുന്നത് അത് മൺപാത്രങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് തന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലും ശുശ്രൂഷയിലും അനുഭവിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ശുശ്രൂഷയിൽ പ്രതിസന്ധികളുണ്ട് എങ്കിലും അതിന്റെ ഫലം തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ സുവിശേഷത്തിന് അനന്തമായിരിക്കുന്ന സാധ്യതയുണ്ട്. സ്വന്തം ജീവിതത്തിനും മറ്റുള്ളവർക്കും അത് ഉപകാരമുള്ളതായി തീരണം. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും അവരന്റെ വേദനകളിൽ ആശ്വാസമാകുന്നതിനും കഴിയുന്ന ജീവിത ശൈലി ഞാനും നിങ്ങളുമൊക്കെ വളർത്തിയെടുക്കണം. നിധി ഒഴിച്ചിട്ടിട്ട് അതിന് കാവൽ നിൽക്കുന്നതിന് പകരം പങ്കിടുന്ന അനുഭവം എന്നിലും നിങ്ങളിലുമൊക്കെ ഉണ്ടാകണം. ഇതാ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്, ക്രിസ്തുവിന്റെ ദാനമായിരിക്കുന്ന ആ മൺപാത്രങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ നിധിയുണ്ട്. അതുകൊണ്ട് അവര് പ്രഖ്യാപിക്കുകയാണ്, സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ലാത്ത ഒരനുഭവമുണ്ട്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നമ്മുടെ കളിമൺ പാത്രങ്ങളിലെ ഈ നിധിയായിരിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് നിധി കുഴിച്ചിട്ടിട്ട് അതിന് കാവൽ നിൽക്കുന്നതിന് പകരം നമുക്ക് ലഭിച്ച ഈ ക്രിസ്തുവിന്റെ അനുഭവം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള വലിയൊരു തിരിച്ചറിവ് ഈ നാടുകളിൽ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിധി എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ മഹത്വത്തെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം അത് വലിയ നിധിയാണ്. അത് നാം ആരും സ്വയം നേടിയതല്ല, മറിച്ച് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയതാണ്. അതുകൊണ്ട് ദൈവകൃപയുടെ മഹത്വം വെളിപ്പെടുന്നതാണ്. അതിനാൽ ദൈവസന്നിധിയിൽ പൗലോസ് തന്നെ തന്നെ വിനയപ്പെടുത്തിയതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ദാനത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് വിനയപ്പെടുത്തി കൊടുക്കുവാനായിട്ട്, ദൈവത്തോട് ചേർന്ന് ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിധിയുടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, ആ സുവിശേഷത്തിന്റെ ചൈതന്യം അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അതാണ് ക്രിസ്തു എന്നിലൂടെയും നിങ്ങളിലൂടെയും ആഗ്രഹിക്കുന്നത്. 2, കഷ്ടതയിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വം എന്നതാണ്. കഷ്ടതയിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വം. മാനുഷികമായിരിക്കുന്ന അവസ്ഥയെ ഉടഞ്ഞു പോകുന്ന മൺപാത്രങ്ങളോടാണ് പൗലോസ് തന്റെ ലേഖനത്തിൽ ഉപമിച്ചിരിക്കുന്നത്. പ്രതിസന്ധികളും
കഷ്ടപ്പാടുകളും ശരീരത്തിലും ആത്മാവിലുമൊക്കെ പൗലോസ് വഹിച്ചു. അത് ക്രിസ്തു മരണത്തെ മനസ്സിലാക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്തതുപോലെയാണ് ശരീരത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ അത് മരണത്തിന് തുല്യമാണ്. യേശുവിനോടൊപ്പം കഷ്ടപ്പെടുന്നവരാണ് പൗലോസും കൂട്ടരുമെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, തന്റെ പ്രവർത്തനങ്ങളുടെ വിജയമെന്ന് പറയുന്നത് സ്വന്തം നേട്ടമല്ല, ദൈവത്തിന്റെ ദാനമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ആ വലിയ ഒരു നിധിയുണ്ട്. ആ നിധിയാണ് ദൈവ മഹത്വം വെളിപ്പെടുത്തുന്നത്. അതിനാൽ കഷ്ടതകൾ നേരിടുമ്പോൾ നിരാശപ്പെടേണ്ടതില്ല. അവ ഭാഗ്യദോഷമായോ വിധിയായോ ഒന്നും കാണേണ്ടതില്ല എന്ന് പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് 12-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഇതാണ് പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ താൻ ക്രിസ്തുവിനുള്ളവനാണ് എങ്കിൽ അത് തെളിവുകളാക്കി മനസ്സിലാക്കാൻ ദൈവ പദ്ധതിക്കായിട്ടുള്ള വലിയ ഒരു സമർപ്പണമായിട്ട് അടയാളമായിട്ട് കണക്കാക്കി പൗലോസ് ഇവിടെ അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ മരണം തന്റെ ശരീരത്തിൽ വഹിക്കുകയായിരുന്നു. നിന്ദകളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും ക്രിസ്തുവിന്റെ മരണത്തെ, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ലഭിച്ചിരിക്കുന്ന ആ നിധിയെ വെളിപ്പെടുത്തുവാനായിട്ട് കഷ്ടമനുഭവിക്കുന്ന ഒരനുഭവത്തിലൂടെ പൗലോസ് കടന്നു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം അവിടുത്തെ മഹത്വത്തിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്ന ഏവനും അവിടുത്തെ കഷ്ടതയിൽ പങ്കാളികളായിട്ട് തീരണം. ക്രിസ്തു നമ്മെ വിളിക്കുമ്പോൾ ഈ കഷ്ടതകൾ ഏറ്റെടുക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി നൊമ്പരങ്ങളും ഏറ്റെടുക്കുവാനായിട്ടാണ് ക്രിസ്തുവിനെ നിങ്ങളെ വിളിക്കുന്നത്. കഷ്ടതകളുടെ മധ്യത്തിൽ യേശുവിൻ്റെ ജീവനാണ് ശരീരത്തിൽ ഞാൻ നിങ്ങൾ വഹിക്കുന്നത് എന്നത് മറന്നു പോകരുത്. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന, നമ്മുടെ ഉടഞ്ഞു പോകാവുന്ന ശരീരത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ആ ജീവന്റെ വലിയൊരു നിധിയുണ്ട്. ആ നിധിയാണ് ഞാൻ നിങ്ങളും വഹിക്കുന്നത് എന്നത് മറന്നു പോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് യേശുവിനെ ശുശ്രൂഷിക്കുന്നവർക്ക് മരണമാണ് സംഭവിക്കുന്നതെങ്കിലും അതിലൂടെ അനേകർക്ക് ജീവന്റെ അനുഭവം അത് ലഭ്യമായി തീരും. അതിനാൽ മൺപാത്രങ്ങളിൽ വെച്ചിരിക്കുന്ന ദൈവകൃപ, സുവിശേഷം, ജീവൻ എന്നിവ മരണത്തിലും ജീവനിലും ഒരുപോലെ ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമ്മുടെ കഷ്ടതയിലും വെളിപ്പെടുന്ന ഒരു ദൈവമഹത്വമുണ്ട്. നമ്മുടെ കഷ്ടതകളിലും നമ്മുടെ ഭാരങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ രോഗങ്ങളിലും നമ്മുടെ നെടുവീർപ്പുകളിലുമൊക്കെയും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിപ്പാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ എനിക്ക് നിങ്ങൾക്കും ജീവിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് പൗലോസ് ശരീരത്തെ പ്രതിഷ്ഠിക്കുന്നത് കൊരിന്ത് സഭയിൽ അന്ന് നിലവിലിരുന്ന പ്രശ്ന സങ്കീർണതകളുടെ നടുവിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ഉപാധിയായിട്ടാണ്. അതുകൊണ്ട് സമകാലീന സമൂഹവും നമ്മോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. പ്രശ്ന സങ്കീർണതകളുടെ മധ്യത്തിൽ ദൈവമഹത്വത്തിൻ്റെ സാന്നിധ്യമാവുന്നതാണ്. അതുകൊണ്ട് കേവലം നമ്മുടെ വാക്പ്രയോഗങ്ങളിൽ കൂടിയല്ല, പ്രത്യുത ശരീരത്തിന്റെ സാന്നിധ്യത്തിലൂടെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടമേറ്റെടുക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിക്കാനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മൺപാത്രങ്ങളിലെ നിധി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാനായിട്ട് ദൈവം എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ,
നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കളിമൺ പാത്രങ്ങളിലെ ഉടഞ്ഞു പോകാവുന്ന നമ്മുടെ ശരീരത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ വലിയ മഹത്വത്തെ ക്രിസ്തുവിന് വേണ്ടി വഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാ ഞാൻ നിങ്ങൾ. ആ വലിയ വെളിയേറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാനായിട്ട് വലിയവനായിരിക്കും ദൈവം എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. കഷ്ടതയുടെ നടുവിലും ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ അനേകരെ ക്രിസ്തുവിൻ്റെ ജീവന്റെ അനുഭവത്തിലേക്ക് നടത്തുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അപ്പോഴാണ് ആ കളിമൺ പാത്രങ്ങളിലെ നിക്ഷേപങ്ങൾക്ക്, നിധികൾക്ക് അർത്ഥമുണ്ടാകും. ആ വലിയ നിധി കണ്ടെത്തുന്നവരായിട്ട്, വെറും കാവൽക്കാരായിട്ടല്ല, അതിനെ അനേകരിലേക്ക് പകുത്തിട്ട് കൊടുക്കുവാനായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ വണക്കി പ്രവർത്തിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സുഖിയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ജീവനും ചൈതന്യമുള്ള വചനത്തിനായി സ്തുതിക്കർത്താവേ. ജീവിതത്തിൽ നിധി കണ്ടെത്തുന്നവരായിട്ട് ജീവിക്കാനായിട്ട്, അനേകരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകുത്തിടുവാനായിട്ട്, കഷ്ടതകളുടെ മധ്യത്തിലും ദൈവമഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. കൃപയെ ഞങ്ങളെ പൊതിയണം. സകലമാനോ മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും എല്ലാ കാലവും ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായ വചനം ശ്രവിച്ച നമുക്ക് നമ്മുടെ വിശ്വാസം വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് ചേർന്ന് വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യക ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിനെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളാത്മാവോടുകൂടെ ഈ വിശുദ്ധാരാധനയിലേക്കുള്ള പ്രത്യേക അപേക്ഷ പെന്തക്കോസ്തിന് ശേഷം 23-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും ദർശനത്തെ നൽകുന്ന ഞങ്ങളുടെ ദൈവമേ, ഐക്യതയോടെ നിന്നെ ആരാധിക്കുവാൻ ഇടവരുത്തുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഐക്യത്തോടെ ആരാധിക്കുന്ന ഒരു സമൂഹം, ദൈവിക ശുശ്രൂഷകരെയും ദൈവജനത്തെയും വളർത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആരാധനയിലെ ഐക്യം ലോകത്തിന്റെ മുൻപാകെ ഒരു സാക്ഷ്യമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നു.
സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധയാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാൻ ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കായി നമ്മുടെ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് വേണ്ടിയും മറ്റനേകർക്കു വേണ്ടിയും ലോകത്തിന്റെ ആശ്വാസത്തിനും സൗഖ്യത്തിനും വിടുതലിനു വേണ്ടിയും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, മധ്യസ്ഥത അണയ്ക്കുക. നമുക്ക് ഈ സമയത്ത് ഹൃദയങ്ങളെ ഒരുക്കാം. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എന്ന് ആരംഭിക്കുന്ന ആത്മീയതകളിലെ 14-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് പാടി ഹൃദയങ്ങളെ ഒരുക്കി പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുക്കാം. പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും
കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ, ജീവനതുല്യം നമ്മെ സ്നേഹിക്കുന്ന അരുമരക്ഷകനായ യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. കർത്താവിന്റെ പ്രിയ മക്കളെ, നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിക്കാം. നാഥൻ നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞ് അവന്റെ ആവശ്യങ്ങളുടെ കരങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പ്രിയ മക്കളെ, സ്നേഹവാനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും ചുറ്റുപാടുകളെയും ഒക്കെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധമായ ദിവസത്തിന്റെ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം കൂടാനും പാടാനും ആരാധിക്കാനും നമുക്ക് അവസരം ലഭിച്ചല്ലോ. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് മധ്യസ്ഥത നൽകാം. നമ്മുടെ കൂടിവരവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവാലയത്തിന് വേണ്ടി മധ്യസ്ഥതയാണ്. നമ്മുടെ ദൈവാലയം ദേശത്ത് രക്ഷാഗോപുരമായി വിളങ്ങേണ്ടതിന് നമ്മുടെ ആലയത്തിലെ കുടുംബങ്ങളെ, നേതൃത്വം കൊടുക്കുന്നവരെ, സംഘടനകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്നവര്, കിടക്കമേലായിരിക്കുന്നവര്, ക്ലേശപ്പെടുന്നവര്, പ്രയാസങ്ങൾ നേരിടുന്നവര്, പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന കുടുംബങ്ങൾ എല്ലാം നമുക്ക് ഓർത്ത് കാരുണ്യവാനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. അവർ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, അവരുടെ പഠന ജീവിതങ്ങളൊക്കെ ആശീർവദിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളെ, കൂടെ പഠിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയും അവർ ശുശ്രൂഷകളെ ഓർത്ത് കർത്താവിനോട് നമുക്ക് മധ്യസ്ഥത അണിയിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാം നമുക്കുണ്ട്. രോഗികളുണ്ട്, ക്ഷീണിതരും പ്രയാസം അനുഭവിക്കുന്നവരും, വേദനപ്പെടുന്നവരും, പ്രതിസന്ധി കടന്നു പോകുന്നവരും, ഞെരുക്കപ്പെടുന്നതുമായ മക്കളുണ്ട്. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവര്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിടുന്ന കുടുംബബന്ധങ്ങളിൽ തകർച്ച നേരിടുന്ന കുടുംബങ്ങളെല്ലാം നമുക്ക് ഓർത്ത് കാരുണ്യവാനായ ദൈവത്തോട് ആ കുടുംബങ്ങളെ സന്ദർശിച്ച് അവരനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയ്ക്ക് വേണ്ടി, നമ്മുടെ ബിഷപ്പിന് വേണ്ടി, മഹായിടവക ഭാരവാഹികൾക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി, ദൈവാലയങ്ങൾക്ക് വേണ്ടി, ദൈവ മക്കൾക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവം, നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ പിതാവ് ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് നന്ദി. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുകയാണ്. നിന്നിലുള്ള വിശ്വാസത്തിലും
ആശ്രയത്തിലും ആയുഷ്കാലമെല്ലാം ജീവിക്കുവാൻ നിന്റെ ആത്മാവിനാ ഞങ്ങളെ ജീവിപ്പിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണം. ഈ ലോക ജീവിത യാത്രയിൽ വഴിമാറിപ്പോകാതെ ഇടയിൽ അനുഗമിക്കുവാൻ, നിത്യരാജ്യത്തിനോ വാഹനക്കാരായി തീരുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയും ഈ ശുശ്രൂഷകളുമൊക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും തലമുറകൾക്കും ഞങ്ങൾക്കുള്ള ലോകത്തിനും എല്ലാ മക്കൾക്കും നന്മയാക്കണം. രോഗികളും ക്ഷീണിതരുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണം. ആവശ്യഭാരം വരിക്കുന്ന മക്കളുണ്ട്, അവരുടെ കൂടെ നീരുന്ന ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അവരെ നിറയ്ക്കണം. പ്രത്യേകിച്ച് കോവിഡ് പോസിറ്റീവായി കഴിയുന്ന അനേകം പ്രിയ കുഞ്ഞുങ്ങളെ ഇതിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. രോഗികൾ നല്ല വിധനായി ഇതിന്റെ സൗഖ്യമാക്കുന്ന കരം ആ മക്കളുടെ മേൽ വെച്ച് ബലഹീനതകൾ മാറ്റി, ക്ഷീണതകൾ അകറ്റി ആശ്വാസവും സൗഖ്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവാലയത്തെ അനുഗ്രഹിക്കണമേ. അടിയങ്ങൾ ദൈവാലയം രക്ഷാപൂരമായി തിരുവാൻ നീ സഹായിക്കണമേ. അവിടുത്തെ കൂടിവരവുകളും ആരാധനകളും ശുശ്രൂഷകളും ഒക്കെ ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്നതായി തിരുവാൻ നീ സഹായിക്കണം. കർത്താവേ, മഹായിടവകി ബിഷപ്പിന് മഹായിടവ ഭാരവാഹികളെ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. സിനഡിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവജനത്തെ, ശുശ്രൂഷകരെ, സഭാ നേതൃത്വത്തെ കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഭാരതീയ സുവിശേഷ ശുശ്രൂഷ കർത്താവ് മാനിക്കണമേ. കർത്താവായ യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരൊക്കെ ഏൽപ്പിക്കുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സാന്നിധ്യവും ചൈതന്യവും അനുഗ്രഹങ്ങളും പകരണം. ലോകത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മക്കളെ നീ മാനിക്കണമേ. ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശുപത്രി ജീവനക്കാർ, കോവിഡ് സെന്ററുകളായിരിക്കുന്ന മക്കൾ, ഞങ്ങളുടെ ഫാർമസിസ്റ്റുകൾ, ലാബ് ടെക്നീഷ്യന്മാര്, വൈദ്യശാസ്ത്രങ്ങൾ ജോലി ചെയ്യുന്ന സയന്റിസ്റ്റുകൾ എല്ലാം ഓർക്കുകയാണ്. അവരിലൂടെയൊക്കെ ദൈവമേ നിന്റെ സൗഖ്യം ലോകം രുചിച്ചറിയുവാൻ സ്വർഗമേ നീ മുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ തമ്പുരാനെ, നിന്റെ കരങ്ങളിലേക്ക് അടിയുന്നു. പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും അവരാവശ്യങ്ങളോടുകൂടി സമർപ്പിക്കുന്നു. കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ നിന്റെ ആത്മാവ് ഞങ്ങളെ നിറയ്ക്കണമേ. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ, പ്രയാസങ്ങളിൽ, നൊമ്പരങ്ങളിൽ, വേദനകളൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രത്യാശ കണ്ടെത്തുവാൻ, ധൈര്യം പ്രാപിക്കുവാൻ അടിയങ്ങളെ പുതുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന മക്കളെ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ, അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവരെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് നീ മാനിക്കണം. കർത്താവായ തമ്പുരാനെ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ പ്രാർത്ഥനയോട് കൂടി ഏൽപ്പിക്കുന്ന കൊടിയോടും താഴ്ത്തുന്നു. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് നൽകിയ നന്മകൾക്ക് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മൗത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായ്കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിനും ഞങ്ങൾ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ നന്മകൾ കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കലകൾ തക്കതായ ബോധം ഞങ്ങൾക്ക് തരേണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ ജനങ്ങളുടെ അപേക്ഷകളെ, പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നുവെന്ന് കണ്ടറിയുവാൻ ആ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർക്ക് കൃപയും ശക്തിയും ബലവും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം കൃപയരുളേണമേ. ദൈവനാമത്തിൽ നാം അർപ്പിക്കുന്ന ദാനങ്ങളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം ഒരുക്കുവാൻ വേണ്ടി 186 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 186. നേരമാകും മുന്നിൽ വരിക വരിക എന്നാണ് ആരംഭിക്കുന്ന 186 ഗീതം. നമ്മെയും നമ്മുടെ ദാനങ്ങളെയും നമ്മുടെ സകലത്തെയും നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, നല്ല ദാനങ്ങളൊക്കെയും ഞങ്ങൾക്ക് തരുന്നവൻ നീ മാത്രമാകയാൽ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇതെല്ലാം നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ഞങ്ങൾ നിന്റെ ആലയത്തിലേക്ക് സമർപ്പിച്ച ഈ ദാനങ്ങളെ നീ കൃപയോടെ സ്വീകരിക്കുന്നു. ഈ ദാനങ്ങളെ നീ വാഴ്ത്തണം. ഈ ദാനങ്ങൾ ദൈവനാമത്തിന് ചെലവഴിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണം. കർത്താവിൽ ശേഷിക്കുന്ന സകല സമ്പാദ്യത്തെ, സകല വരുമാന മാർഗങ്ങളെയും സ്വർഗീയ നല്ല പിതാവ് വാഴ്ത്തി അനുഗ്രഹിച്ച് അതനുഭവിക്കുവാനുള്ള കൃപ തന്ന കുഞ്ഞുങ്ങളെ മാനിക്കണം. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളേണമേ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തുടർന്ന് നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവിൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടുകൂടി ഇന്നും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ.
377 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 377.